അത് ശരി. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഇതിനുള്ളിൽ എത്ര പേരുള്ള മൊത്തം? മൊത്തം 2-3 പെൺകൊച്ചുങ്ങളും അച്ഛനും അമ്മയും. 3 പെൺകൊച്ചുങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും? അല്ല, നിങ്ങളും നിങ്ങളെ ഭർത്താവും അല്ലേ? കടലാവണക്ക് എന്ന് പറഞ്ഞ സാധനം എന്തിനാ ഉപയോഗിക്കുന്നത്? അത് പടക്കൊക്കെ ഉണ്ടാക്കും. പടക്കോ? പൊട്ടിക്കണ പടക്കോ? ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയില്ല. അതായത് നമ്മളൊരു കാട്ടിലൂടെ യാത്ര ചെയ്ത് ആ കാട്ടിൻ്റെ അകത്തുള്ള ചെറിയ ആദിവാസി കുടിലുകളൊക്കെ കണ്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത രീതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ചെറിയ കുഗ്രാമങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ കണ്ടുവരുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ വീഡിയോക്കടിയിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്നുള്ളത് വയനാട് കുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇന്ന് ഇവിടുത്തെ വയനാട്ടിലുള്ള കുറച്ച് കൊച്ചു ഗ്രാമങ്ങൾ, കുറച്ച് വനമേഖലയിലൂടെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് കുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുപ്പാടി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുറച്ച് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള ടിമ്പർ റീറ്റെയിൽ സെൻ്ററൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്നാലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് തേക്ക് മരങ്ങളും മറ്റൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നതൊക്കെ കാണാം. ഇത് വനം വകുപ്പിൻ്റെ അണ്ടറിൽ, അതായത് ഗവൺമെൻറ് നിയമാനുസൃതമായിട്ട് മുറിച്ചെടുക്കുന്ന മരങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഇപ്പോൾ കോൺട്രാക്ടർമാർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഇവിടുന്ന് വന്ന് മരം റീറ്റെയിലായിട്ട് മേടിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. കേരള വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ ടിമ്പർ റീറ്റെയിൽ സെന്റർ നിയമാനുസൃതമായി ലഭിക്കുന്ന മരങ്ങൾ സൂക്ഷിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. വനങ്ങളിൽ സ്വാഭാവികമായി വീഴുന്ന മരങ്ങൾ, വനപരിപാലനത്തിന്റെ ഭാഗമായി മുറിക്കുന്ന മരങ്ങൾ, കോടതിയുടെ നിർദ്ദേശപ്രകാരം പിടിച്ചെടുത്ത മരങ്ങൾ എന്നിവ ഇവിടെ എത്താറുണ്ട്. ഇവിടെ തേക്ക്, ഈട്ടി, അഞ്ഞിലി തുടങ്ങിയ വിവിധ ഇനം മരങ്ങൾ ലഭിക്കും. എന്നാൽ ലഭ്യത ഓരോ സമയത്തും വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ ഈ സെൻറ്ററിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമുക്കതൊക്കെ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കണ്ടതിന് ശേഷം പോകുന്ന വഴിക്ക് ബാക്കി ഡിപ്പോൻ്റെ കാഴ്ചകൾ കാണാം. വനം പ്രദേശമാണെങ്കിലും കുറച്ച് അപ്പുറത്തേക്ക് വീടുകളൊക്കെ ഉണ്ട്. കുപ്പാടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് ഇരുളം ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ഇരുളം ഭാഗത്ത് ചെന്നാൽ ഒരുപാട് ട്രൈബിൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ കുടിലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. നമുക്കത് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല, കാരണം അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും നമ്മളിപ്പോൾ കുപ്പാടി നിന്ന് പുറപ്പെട്ട് ഫോറസ്റ്റിലൂടെ കുറച്ച് ദൂരം പോയി അപ്പുറത്തുള്ള ചെറിയ ഗ്രാമങ്ങളെ കാണാമെന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ കുപ്പാടി നിന്ന് നേരെ നമ്മൾ ഇരുളത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുപ്പാടി ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് അകത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അവിടെ ആവാനാണ് സാധ്യത. കാരണം ഞാൻ റോഡിലൊരു ബോർഡ് കണ്ടു, കുപ്പാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരമാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇരുളത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗത്തൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് കുപ്പാടീൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ ശേഷം നമുക്ക് ഇരുളത്തിലേക്ക് പോകാം. ഞാൻ ശരിക്കും ഇത് കാണാതെ പോയിരുന്നെങ്കിൽ എനിക്ക് മുമ്പ് നഷ്ടം സംഭവിച്ചേനെ. കാരണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. വീടുകൾ കുറവാണ് അവിടെ ചുറ്റിപ്പറ്റി, അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ പ്രദേശം അപ്പുറത്തെ എവിടെയാണ്. റോഡിനങ്ങ് പോയാൽ ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നല്ല ഒരു പച്ചപ്പുള്ളൊരു സ്ഥലം. നമ്മൾ ഇരുളത്തേക്ക് പോകുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പ് നമ്മൾ ആദ്യം ഈ കുപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് ആ പോക്കറ്റ് റോഡ് കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നു. കുപ്പാടിൻ്റെ ഉൾഭാഗം എങ്ങനെയായിട്ടുള്ളത്, ഇവിടെ ഒരുപാട് വീടുകൾ പരിസരത്തൊക്കെ ഉണ്ട്. ഒരു ഭാഗത്തേക്ക് ഫോറസ്റ്റും പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലേ, അടിപൊളി ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് നല്ലൊരു മരമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കുപ്പാടി. ഇനി ഇവിടെ വേറെ അങ്ങാടിയൊക്കെ ഉണ്ടാവും, കുറച്ച് അപ്പുറത്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ വീടുകളൊക്കെ പരിസരത്തൂടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല.
ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ അനീസും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേയിലപ്പൊടിൻ്റെ കാര്യം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇപ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്, അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇരുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തേയിലപ്പൊടിൻ്റെ കാര്യം. നീലഗിരിയിലുള്ള നല്ല പ്യുവറായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി തേയിലപ്പൊടി നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ള തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ബ്രാൻഡിൽ കടുപ്പ് എന്നുള്ള പേരിൽ നമ്മളത് പുതിയൊരു ബ്ലെൻഡിൽ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുക്കും. എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞതിന് ശേഷം കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ഓർഡർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിപ്പോൾ അയച്ചു കൊടുത്തില്ല, അത് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുമ്പ് കുറച്ചും കൂടെ ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ പറയണത്. ഇതിന് മുമ്പ് എന്നോട് സ്ഥിരം ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ഈ തേയിലപ്പൊടി. ഇപ്പോൾ വീണ്ടും ഞാനത് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊടി അയച്ചുതരാം. അപ്പോൾ 400 ഗ്രാമിൻ്റെ ഒരു പാക്കിങ്, അതുപോലെ തന്നെ 900 ഗ്രാമിൻ്റെ പാക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഫർദറായിട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി പാക്കിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും പൊടീൻ്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല. ക്വാളിറ്റി ഇനിയും കുറച്ചും കൂടെ നല്ല ഗ്രേഡിൽ നല്ല ക്വാളിറ്റിയിൽ വരാനാണ് സാധ്യത. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ നമുക്കിനി നേരെ ഇരുളം ഭാഗത്തേക്ക് പോകാം. ഇരുളത്തിൻ്റെ കാഴ്ചകൾ കാണാം, അവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ കാണാം. പറ്റിയാൽ അവിടുത്തെ ട്രൈബൽ ആണ് ഇരുളത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത്. അതും കൂടെ നമുക്കൊന്ന് പോയി കാണാൻ പറ്റും നോക്കാം. കാരണം നമ്മൾ മെയിൻ റോഡിലേക്ക് കടന്നു. ഇരുളം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന സൈഡിൽ വീണ്ടും നമ്മൾ കുപ്പാടി റീറ്റെയിൽ സെൻ്ററിൻ്റെ മരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെ എത്തുന്ന ഓരോ മരത്തിനും പ്രത്യേകം രജിസ്ട്രേഷൻ നമ്പറിങ്ങും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഇനം, വലിപ്പം, അളവ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. പിന്നീട് സർക്കാർ നിശ്ചയിക്കുന്ന രീതിയിൽ ലേലത്തിലൂടെയോ റീറ്റെയിൽ വിൽപ്പനയിലൂടെയൊക്കെ ഇവ വിതരണം ചെയ്യുന്നു. ഫർണിച്ചർ നിർമ്മാതാക്കൾ, വീട് പണിയുന്നവർ, കോൺട്രാക്ടർമാർ തുടങ്ങി പലരും നിയമാനുസൃതമായി മരം വാങ്ങാനാണ് ഈ ഡിപ്പോയിലേക്കാണ് വരുന്നത്. കുറച്ച് ദൂരം ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് അകത്തേക്ക് കിടക്കും. പിന്നെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല കാടാണ്. തേക്ക് മരങ്ങളും കാട്ടുമരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനം തന്നെയാണ്. ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ട്രൈബൽ കോളനികളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് വയനാടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വനപാതയിലൂടെയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ വനമേഖല പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യവും ജൈവ വൈവിധ്യവും നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ കാണുന്ന ഉയരം കൂടിയ തേക്ക് മരങ്ങളിൽ പലതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ചവയാണ്. ഈ കാടുകൾ ആന, കടുവ, കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. മഴയും മൂടൽമഞ്ഞും പച്ചപ്പും ചേർന്ന് ഈ വനപാതയെ വയനാട്ടിലെ ഏറ്റവും മനോഹരമായ യാത്രാമാർഗങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി വരെ പോകുന്ന ഈ വനമേഖല പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അതിസമ്പന്നമായ ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ്. സുൽത്താൻ ബത്തേരി വനവിഭാഗത്തിന്റെ കീഴിലുള്ള ഈ പ്രദേശം കനത്ത വനങ്ങളും വന്യജീവികളും പഴയ തേക്ക് തോട്ടങ്ങളും കൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവിക വനങ്ങളും മനുഷ്യനിർമ്മിത തേക്ക് തോട്ടങ്ങളും കാണാൻ കഴിയും. വർഷങ്ങളായി വനസംരക്ഷണത്തിൻ്റെയും വനവിഭവ പരിപാലനത്തിൻ്റെയും ഭാഗമായി പ്രദേശം ശ്രദ്ധേയമാണ്. വനത്തിലൂടെ കടന്നു പോകുന്ന റോഡുകൾ മഴക്കാലത്ത് അതീവ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും പിന്നീട് കേരളം വനംവകുപ്പ് കാലത്തും വനവിഭവ സംരക്ഷണത്തിൻ്റെയും വാണിജ്യ ആവശ്യങ്ങൾക്കുമായി വയനാട്ടിലെ പല ഭാഗങ്ങളിലേക്കും തേക്ക് തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1950കളിലും 1960കളിലും കുപ്പാടി ഇരുളം വനമേഖലയിലും വലിയ തോതിൽ തേക്ക് നട്ടുപിടിപ്പിച്ചു. ഈ തേക്ക് മരങ്ങൾ ഇന്ന് 50 മുതൽ 70 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. ചില പ്രദേശങ്ങൾ സ്വാഭാവിക വനങ്ങളോടൊപ്പം തേക്ക് തോട്ടങ്ങളും ചേർന്ന് കാണപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ കുറേ ദൂരം വനത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗ്രാമപ്രദേശം വരും. ആ ഗ്രാമപ്രദേശം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് ദൂരം കാട്. അങ്ങനെ ഉള്ളൊരു രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. ഇതിലൂടെ ഒരുപാട് ബസ്സും ഓടുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി വരെ പോകുന്ന ബസ് സർവീസ് സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടാണിത്. മഴ സമയത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് നല്ലൊരു അനുഭവം തരുന്നതാണ്.
അതുമാത്രമല്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കുറച്ച് അപകടമായിട്ടുള്ളതാണ്. കാരണം വന്യമൃഗങ്ങളൊക്കെ ധാരാളം റോട്ടിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ചില ഭാഗത്തൊക്കെ ഈ കാട്ടാനകൾ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ കടുവ, പുലി എല്ലാം പല സമയത്തും ഇവിടെയൊക്കെ കാണപ്പെടുന്നതാണ്. ഇവിടെ പോകുന്ന റോഡ് സൈഡിൽ ചെറിയ ഏറുമാടങ്ങളൊക്കെ കാണാൻ പറ്റും, കുറച്ച് ഉയരത്തിലൊക്കെ. അവിടെ അത് ഇവിടുത്തെ ജീവനക്കാർ, അതായത് വനം വകുപ്പിൻ്റെ ജീവനക്കാർ രാത്രി സമയങ്ങളിലും മറ്റും പകൽ സമയത്തായിരുന്നാലും ഡ്യൂട്ടിയിലുള്ള സമയങ്ങളിലൊക്കെ കയറിയിരിക്കാനും വിശ്രമിക്കാനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഷെഡാണ്. അത് ഈ വനത്തിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഈരുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ കുറേ ദൂരം ഫോറസ്റ്റിലൂടെ വന്നു. പക്ഷെ നേരെ ഫോറസ്റ്റിലല്ല വരുന്ന വഴിക്ക് വേറെയും കുറേ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ മെയിൻ റോഡിൽ. അതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഈരുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈരുളം എന്ന് പറഞ്ഞ സ്ഥലം ഒരു ചെറിയൊരു ജംഗ്ഷനാണ്, മൂന്നും കൂടിയ ഒരു ജംഗ്ഷൻ. ഇവിടുന്ന് മീനങ്ങാടി, കേണിച്ചിറ ഭാഗത്തേക്കൊക്കെ പോകുന്ന 2 റോഡുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ പരിസരത്ത് ഒരുപാട് ആദിവാസി വിഭാഗക്കാരുടെ ചെറിയ ചെറിയ കുടിലുകൾ നമുക്ക് കാട്ടിനകത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ഒന്ന് കാണാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചായക്കടയും ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ മെയിൻ റോഡ്, ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ 2 റോഡ് തിരിഞ്ഞാണ് പോകുന്നത്. ഈരുളത്തിൻ്റെ മെയിൻ ജംഗ്ഷന് ഇതല്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ഒരുപാട് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണെങ്കിലും ഈരുളം ഒരു അങ്ങാടി അതിൻ്റെ ഉള്ളിലുണ്ട്. അത്ര ഇവിടുന്ന് കേണിച്ചിറ റോഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അവിടെ ഒരു അങ്ങാടി ഉണ്ട്. അതാണ് അത്ര ഈരുളം അങ്ങാടി. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. ചെറിയൊരു ചായക്കട ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം അങ്ങോട്ട് പോകേണ്ടത്. ചായയും കടിയൊക്കെ ഉണ്ട്. ഉള്ളിവട, പരിപ്പ് വട. കേരളത്തിലുള്ള മണിയേട്ടൻ്റെ ചെറിയൊരു ചായക്കടയാണിത്. നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാൻ പോവാണ്. അത് മറ്റുള്ള കേരളത്തിലുള്ള ആദിവാസി വിഭാഗക്കാരുടെ ജീവിത രീതികളൊക്കെ കാണാൻ ലക്ഷ്യം വെച്ചാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമുക്കിവിടെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ട് പോവാം. ഈരുളം വയനാടിൻ്റെ ആദിവാസി കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശമാണെങ്കിലും ഇന്നിവിടെ ചെറിയൊരു ചെറിയൊരു അങ്ങാടിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആദിവാസി മേഖലകളിലേക്ക് നമുക്കങ്ങനെ കടന്നു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഈരുളം ഭാഗത്തിൻ്റെ ഈ ടൗൺ പ്രദേശം ഒന്ന് നമുക്ക് കാണാം. പ്രകൃതി സൗന്ദര്യവും ആദിവാസി പാരമ്പര്യവും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു പ്രദേശം വയനാടിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണ്. വയനാട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലെത്തുന്നത് കാടുകളും മലനിരകളും ആദിവാസി സംസ്കാരവുമാണ്. ആ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈരുളം. നൂറ്റാണ്ടുകളായി വിവിധ ആദിവാസി വിഭാഗങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, അടിയർ തുടങ്ങിയ സമൂഹങ്ങൾ ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വനവുമായി ഏറെ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. തേൻ ശേഖരണം, വനവിഭവങ്ങളുടെ ഉപയോഗം, ചെറിയ തോതിലുള്ള കൃഷി എന്നിവയായിരുന്നു പ്രധാന ഉപജീവന മാർഗങ്ങൾ. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു ജീവിത രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത്. കുറിച്യർ സമൂഹം കേരളത്തിലെ മികച്ച പരമ്പരാഗത കർഷകരായും യോദ്ധാക്കളായും അറിയപ്പെടുന്നു. വയനാടിൻ്റെ ചരിത്രത്തിൽ കുറിച്യരുടെ പങ്ക് വളരെ വലുതാണ്. അതേസമയം കാട്ടുനായ്ക്കർ വനജീവിതത്തിലും തേൻ ശേഖരണത്തിലും പ്രത്യേക കഴിവുള്ളവരായിരുന്നു. കേരളത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ പച്ചപ്പാർന്ന കുന്നുകളും വനംപ്രദേശങ്ങളും കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും. മഴക്കാലത്ത് ഈ പ്രദേശം കൂടുതൽ മനോഹരമാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സ്നേഹികളും യാത്രികരൊക്കെ ഇവിടെ ഈ വഴിക്ക് യാത്ര ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം, ആധുനിക സൗകര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ആദിവാസി സംസ്കാരത്തിൻ്റെ പല അടയാളങ്ങളും ഇന്ന് ഇവിടെ കാണാൻ കഴിയും. ഈരുളം ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് കാണുമ്പോൾ മറ്റൊരു സംഭവമാണ് ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരുപാട് ട്രൈബൽ വീടുകൾ കാണാൻ പറ്റും. ചെറിയ ചെറിയ കുടിലുകൾ കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ
ഗവൺമെൻറ് കോളനി രൂപത്തിൽ കെട്ടിക്കൊടുത്ത ഒരുപാട് വീടുകളൊക്കെ ട്രൈബൽസിന് സെറ്റിൽ ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ഇരുളം ഭാഗത്ത്. പക്ഷേ നമ്മൾ ഈ റോഡ് സൈഡിൽ ഒരുപാട് ഇങ്ങനെ പോകുന്ന സമയത്ത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ റോഡുകളൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുടിൽ കെട്ടിയിട്ട് ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഒരുപാട് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം എൻ്റെ പുറകിൽ അവിടെ കാണാം, ആ ഭാഗത്തേക്കൊക്കെ അങ്ങനത്തെ വീടുകൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇരുളത്തുള്ള ഒരു ചേച്ചീൻ്റെ വീട്ടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് അവിടെ ഇരിക്കുന്നു ചേച്ചി. ചേച്ചീൻ്റെ പേരെന്താ പറഞ്ഞേ? ഊനാച്ചി. ചേച്ചിൻ്റെ പേര് ഊനാച്ചി എന്നാണ് ചേച്ചിൻ്റെ പേര്. ചേച്ചിൻ്റെ വീടിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, ഇതാണ്. മേലെ ഒരു ചേട്ടായി ഞങ്ങൾക്ക് സഹായിച്ചതാ. ചേട്ടായി അല്ല, പിന്നെ ഒരു ചേട്ടായി ഇവിടുന്ന് ക്യാമറയിൽ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഒരു ചെക്കനാ, എന്നിട്ട് പിന്നെ ഒരു ചേച്ചിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ആ ചേച്ചി സഹായിച്ചതാണ് ഈ കവറൊക്കെ. ഞങ്ങൾക്ക് കൂലിപ്പണി എടുക്കാനൊന്നും പറ്റില്ല. കൂലിപ്പണിക്കൊന്നും പോകുന്നില്ല. ഞാൻ ഒറ്റക്കാണോ വീട്ടില്? അല്ല, കെട്ടിയവനുണ്ട്, പഞ്ചായത്ത് പണിക്ക് പോയിട്ടുണ്ട്. വീട് ഇതാണ്. ഇതാണ്. ഇത്രേ ഉള്ളൂ. ഇതിനെ നന്നാക്കണം. അയാള് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അമ്മയ്ക്ക് ഇന്ന് ഒരു കവറും കൂടി കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുമ്പോ രാത്രി തണുപ്പും ഇവിടെ തന്നെ ഇരിക്കും. ഇത് ചുറ്റും മറക്കാനുള്ളതൊക്കെ അയാൾ തന്നെ കൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നുമില്ല, പഞ്ചായത്ത് പണിക്ക് പോയിട്ട് പൈസ കിട്ടില്ല, പഞ്ചായത്ത് പണിക്ക് പോയിട്ട് പൈസ കിട്ടുവാണെങ്കിൽ മേടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നപ്പോ കിട്ടില്ലല്ലോ. ഇന്നപ്പോ ആ ചേട്ടായി സഹായിച്ചതാണിത്. ചേട്ടായി അല്ല, ഒരു പെൺകൊച്ചു. നിങ്ങളെ മോളാ? അല്ല, പേരക്കുട്ടി. പേരക്കുട്ടിയാ? ശരി. വീട്ടിൽ ഇതിനുള്ളിൽ എത്ര പേരുള്ള? മൊത്തം 3 പെൺകൊച്ചുങ്ങളും അച്ഛനമ്മയും. 3 പെൺകൊച്ചുങ്ങളും നിങ്ങളുടെ അച്ഛനമ്മയും? അല്ല, നിങ്ങളും നിങ്ങളെ ഭർത്താവും അല്ലേ? ഇതെന്തെന്നാ ഈ സംഭവം? അത് വിറക് തീയിട്ട് വെക്കുന്നതാണോ? തീയിട്ട് വെക്കുന്ന. രാത്രി എന്തെങ്കിലും വന്നാൽ ആ തീ കണ്ടിട്ട് അങ്ങ് പോകുമല്ലോ. ഇപ്പൊ ഇവിടെ ആനിമൽസ് ഒക്കെ രാത്രി കഴിഞ്ഞാൽ വരും. ഇപ്പൊ കണ്ടില്ല, ഇവരുടെ വീടിന് ചുമര് എന്ന് പറയുന്നത്, ഭിത്തി എന്ന് പറയുന്നത് ഈ ചാക്കാണ്, ഈ നെറ്റ്. ഇത് കെട്ടി വെച്ചിട്ട് ഈ ഒരു സുരക്ഷ ഉള്ളവർക്കുള്ളത്. പിന്നുള്ളൊരു സുരക്ഷ എന്ന് പറയുന്നത് ഇത് കത്തിച്ചു വെക്കും. അപ്പോൾ ഇതിൻ്റെ തീ ഇങ്ങനെ നേരം വെളുക്കോളം ഇങ്ങനെ കനലായിട്ട് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സമയത്ത് ഇപ്പോൾ ആനയായാലും എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോയിക്കോളും. അതാണ് ഇവരുടെ ഏക ഒരു സുരക്ഷ. കുട്ടികൾ സ്കൂളിലൊക്കെ പോവോ? സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞു. ഈ കുട്ടി ഇപ്പൊ എത്ര വയസ്സായി? ഇത് ഇപ്പൊ 2 വയസ്സായിട്ടേ ഉള്ളൂ. 2 വയസ്സായിട്ടുള്ളൂ. ഇതിന്റെ മൂത്ത കുട്ടികൾ വേറെ ഉണ്ടോ? ഇല്ല. ഇതൊന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോ സ്കൂളിലേക്ക് ചേർക്കോ? സ്കൂളിൽ മാത്രമല്ല, സുഖമായി കഴിഞ്ഞാൽ കൊണ്ടുപോയി വിടും ഞാൻ. എവിടെ? ഈ ചേകാടിയിൽ നിങ്ങളുടെ മകളുണ്ട്, അവിടെ കൊണ്ടുവിടുവോ? അവിടെ കൊണ്ടുപോയി വിടും. കുട്ടിക്ക് സുഖല്ലേ ഇപ്പോ? സുഖമില്ല. എന്താ പറ്റി? കയ്യിലെന്തോ അലർജി പോലെ ആയിട്ട്. ശരി. അതായത് കൈ നീട്ടുമ്പോളാ? കൈ നീട്ടി ഇതുണ്ടോ കുട്ടിന്റെ കയ്യിൽ? അത് പച്ചമരുന്ന് ഉണ്ടാക്കി, ഒരു പഴുപ്പ് പോലെ അല്ലേ? പച്ചമരുന്ന് ഉണ്ടാക്കി. ഇത് അതിനുള്ള മരുന്നാണോ? അതിനുള്ള മരുന്നാ. ശരി. ഇപ്പൊ ഈ കുഞ്ഞിന്റെ കയ്യിന് ചെറിയൊരു അസുഖം, എന്തൊരു അലർജി പോലെ ഒരു വന്നിട്ട് ഇപ്പോ അമ്മ കുട്ടിക്ക് വന്നിട്ട് പച്ചില കൊണ്ടുള്ള മരുന്ന് ഇറച്ച് ഇട്ട് കൊടുക്കാണ് കയ്യില്. ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലെ കഞ്ഞി കുടിച്ചു, ഇനി വൈകുന്നേരം 2 നേരമുള്ളൂ ഭക്ഷണം കഴിക്കുക. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഇവർ രാവിലെ ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ കഴിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഫുഡ് കഴിക്കലോ പരിപാടികളൊന്നുമില്ല. അത് ഞാനിതിന് മുമ്പ് ചേകാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ട്രൈബൽ കോളനി പോയപ്പോഴും അവിടെയുള്ള ചേച്ചിമാരെടുത്ത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ, വൈകിട്ട് സമയത്ത് ഒരു നേരം കഴിക്കും. അത്രയൊക്കെയാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കുള്ള വരുമാനമേ ഞങ്ങൾക്കുള്ളൂ. ഉച്ചക്ക് കഴിക്കാനില്ല. വൈകുന്നേരത്തും രാവിലെയും തന്നെ ചോറായിട്ടൊന്നും കഴിക്കുന്നില്ല. എവിടെങ്കിലും ഒരു 2-3 കിലോ അരി, ദേശക്കടലിലെ അരി തീർന്നു കഴിഞ്ഞാൽ ഒരു 2-3 കിലോ അരി കടലിൽ നിന്ന് പോയി മേടിച്ച് വന്നിട്ട് പിന്നെ അതിനെ 2 ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കഞ്ഞി ഉണ്ടാക്കാനേ ഉള്ളൂ. പിന്നെ പണിക്ക് പോകുന്നവരൊക്കെ പണിയെടുത്തിട്ട് കൊണ്ടുവരും. പണിക്ക് പോകാത്തതിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഊനാച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചീൻ്റെ വീടാണിത്. നമ്മളവരെ ചെറുതായിട്ടൊരു ചെറിയ സഹായമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. അവിടെ പോയിട്ട് അവർക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കുട്ടികൾക്ക് മിഠായും കയ്യിൽ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു വീടുകളുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കാട്ടിൻ്റെ അകത്ത് ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് കാണാം. അതുണ്ടോ, ഇതിപ്പോൾ ആ ചേച്ചീൻ്റെ തന്നെ ശരിക്കുള്ള വീട് ഇവിടെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും പണി പൂർത്തിയായിട്ടില്ല. ഇത്
ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. ഇതിൻ്റെ ചുറ്റുഭാഗം ഇനി കട്ട വെച്ച് ഭിത്തി കെട്ടണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. മുളയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടാണ്. ഉണ്ടല്ലേ. പക്ഷെ ഇവർ ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് കാപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ഥലത്ത് അപ്പുറത്തേക്കൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞൾ കൃഷി മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. മഞ്ഞൾ ഇഞ്ചിയൊക്കെ കൃഷിയുണ്ട്. ഇവിടെ ഇത് ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പടം ഒക്കെ വെച്ചിട്ടുണ്ട്. ശൂലം ഒക്കെ ഉണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞത് വീടാണെന്നാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അമ്പലമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. പശുക്കളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. പക്ഷെ കറവ പശുക്കളൊന്നുമല്ല, അല്ലാത്ത പശുവൊക്കെ ഉണ്ട് ഇവർക്ക്. പിന്നെ ഇവിടെ ചെറിയൊരു കുടിൽ ഇതിൻ്റെ പുറകു വശത്തുണ്ട്. താഴെ ഒരു വീടുണ്ട്, അപ്പുറത്തൊരു വീടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റൊരു വീട് മണ്ണൊക്കെ തേച്ച് മെഴുകി. ഇതിന് ഭിത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീടിന്. അതിനപ്പുറത്തേക്ക് വേറെ വീടുകളും ഉണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ വീടുകൾ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കുടിലുകൾ ഒരുപാടുണ്ട്. അതായത് ടാർപോളിന് ഇട്ടിട്ട് മേൽഭാഗം കെട്ടിയിട്ട് അലകും അടഞ്ഞിട്ട് മണ്ണ് കട്ട വെച്ച് തേച്ചിട്ടുള്ള ആ ടൈപ്പ് വീടുകളാണ് ഇവിടെ ഉള്ളത്. ഈരോളം ഭാഗത്ത് വേറെ ഒരുപാട് ട്രൈബൽസ് സെറ്റിൽമെൻറ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതാണ്. കോൺക്രീറ്റ് കോളനി ടൈപ്പ് വീടുകൾ ഇവിടെ പരിസരത്ത് കുറേ ഉണ്ട്. അവിടെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട് അവരുടെ. പക്ഷേ ഇത് കുറച്ച് ആൾക്കാർ മാത്രം ഒരു 10-17 വർഷത്തോളമായിട്ട് ഇവിടെ ഈ റോഡ് സൈഡിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കാടിൻ്റെ അകത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുടില് വിളിച്ചിട്ട് താമസിക്കുന്നത്. പക്ഷേ ഇതൊരു കയ്യേറ്റ ഭൂമിയാണ്. അതായത് ഒരു 10-17 വർഷത്തോളമായിട്ട് ഇവർ കുറച്ച് കുടുംബങ്ങൾ അവർക്ക് വീടോ മറ്റോ സ്ഥലങ്ങളോ രേഖകളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ വനത്തിൻ്റെ ചില ഭാഗങ്ങൾ കയ്യേറി കുടിൽ വെച്ച് ഇപ്പോൾ താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഭൂമികൾക്കുള്ള രേഖകളോ മറ്റൊന്നുമില്ല. പക്ഷെ അവർ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാറി വരുന്ന സർക്കാരുകളുടെയൊക്കെ ഇവരുടെ അപേക്ഷ ഇവർ മുന്നോട്ട് വെച്ചിട്ട് ഇവർക്ക് ഇതുവരെ അതൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ചേച്ചി നമ്മളത് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് സർക്കാർ ഭാഗത്തുനിന്ന് ഇവർക്ക് ഈ ഭൂമി അനുവദിച്ച് വിട്ടുകൊടുത്താൽ മാത്രമാണ് ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള വീട് സർക്കാർ ഭാഗത്തുനിന്ന് കിട്ടുള്ളൂ. അതുവരെ ഇവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ മറ്റോ കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വേറെ ജോലിക്ക് പോകുന്ന അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചാൽ ഇവർ പഞ്ചായത്ത് പണിക്ക് മറ്റൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവർ ജീവിച്ചു പോകുന്നു. പിന്നെ ചില ആൾക്കാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചില വീടുകളിങ്ങനെ കട്ട വെച്ച് തേച്ചിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണെങ്കിൽ വെറും ടാർപോളിൽ മാത്രം ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ഉള്ള ചെറിയ ചെറിയ കുള്ളികളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പേര്? ബിജു. എന്താ പണി? കൂലിപ്പണി. കൂലിപ്പണി. അവിടെ ഇവിടെ മാതമംഗലം. എന്തൊക്കെ പണിയൊക്കെ പോവാ? ചോലവെട്ട്, പിന്നെ കാപ്പിലെ ചോടിച്ചെത്തില്. കാട്ടിലല്ലേ? കാട്ടിലില്ല, ഇവിടെ പരിസരത്ത്. ഇവിടെ ആനൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഈ ചെറിയ കുഞ്ഞു വീടില് ഞങ്ങൾ ഓടിച്ചു വിടും. പുറത്തുകാരപ്പോൾ വരും. ഫോറസ്റ്ററെ വിളിക്കും. അപ്പോൾ അവരൊന്ന് ഓടിച്ചു വിടും. പടക്കം പൊട്ടിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ചേച്ചി പണിക്ക് പോകണ്ടോ? എന്ത് പണിയാ? കൂലിപ്പണി തന്നെ അല്ലേ? മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. മക്കൾ ഒരാൾ പഠിക്കാൻ പോകും. ഹോസ്റ്റലാ. എവിടെ? പെരിക്കലൂര്. ഓക്കെ. പെരിക്കലൂര്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ രണ്ടുപേരും തനിച്ചേ ഉള്ളൂ വീട്ടിൽ? ഇല്ല, മരുമകളൊക്കെ ഉണ്ട്. ഓക്കെ. ഈ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത്? താമസം. ബിജു ചേട്ടൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥയാണ് കണ്ടില്ലേ? ഒരു താർപ്പായും 2 മുളം കൗക്കോലും പിന്നെ ഈ പഴയ ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ സൈഡിൽ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആനയൊക്കെ വരും. ആനയൊക്കെ വരുന്ന സമയത്ത് ഇവർ ഫോറസ്റ്റുകാരെ വിളിക്കും. അവരൊന്ന് ഓടിച്ചു വിടും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ ഇവർ വീടിൻ്റെ തൊട്ട് പുറകിൽ ഇവിടെ ട്രഞ്ചുണ്ട്. അതായത് കിടങ്ങ് കയറിയിട്ടുണ്ട്. ഈ കിടങ്ങ് കടന്ന് ആനപ്പുറത്തേക്ക് വരില്ല എന്നാണ് അവരുടെ വിശ്വാസം. കിടങ്ങുണ്ട്, ആനപ്പുറത്തേക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ ഇവർക്ക് അപ്പുറത്തേക്ക് പാസ്സാകാനായിട്ട് ചെറിയൊരു ഒരു തടി കഷ്ണം ഇട്ട് ചെറിയൊരു പാലുണ്ട്. അതുവഴി നടന്ന് അവരുടെ അപ്പുറത്തേക്കൊക്കെ പോകും. പിന്നെ ഇവിടെ ഒരു മുളങ്കാടും മറ്റൊക്കെയാണ്. വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഇപ്പോൾ അവർക്ക്. എന്ത് സാധനം? എന്താ അതിൻ്റെ പേര്? കടലാവണക്ക് എന്ന് പറഞ്ഞ സാധനം. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? അത് പടക്കൊക്കെ ഉണ്ടാക്കും. പടക്കോ? പൊട്ടിക്കണ പടക്കോ? ഇത് കടലാവണക്ക് പറഞ്ഞ സാധനത്തിൽ ഇത് പൊട്ടിക്കാനുള്ള പടക്കം ഉണ്ടാക്കണെന്നാ. ശരി. എന്നിട്ട് നിങ്ങൾ എവിടെ കൊണ്ടു കൊടുക്കും? എത്ര രൂപ കിട്ടും? 400. 1 കിലോയ്ക്ക് 400 രൂപ കിട്ടും. ഓഹോ. അപ്പോൾ അത് നിങ്ങൾ പോയി കാട്ടിലൊക്കെ പോയി എടുത്താൽ കിട്ടും നിങ്ങൾക്ക്? ശരി.
അപ്പോൾ ഇതാണ് കടലാവണക്ക് എന്ന് പറഞ്ഞ സാധനം. ഇതിലുണ്ടായിരുന്ന കായ് പോലെ ഇങ്ങനെ ഉള്ള സാധനമാണ് പറിച്ചിട്ട് ഇവർ കൊണ്ടുപോയി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് കടലാവണക്ക് എന്ന് പറഞ്ഞ സാധനം. ഇതിനൊരു കിലോയ്ക്ക് വർക്ക് 400 രൂപ വില കിട്ടും. ഇവർ കൊണ്ടുപോയിട്ട് കടയിൽ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു കൃഷിയാണ്. ഇത് പശുക്കൾ മറ്റൊക്കെ വന്ന് തിന്നു കഴിഞ്ഞാൽ പോയ്സണാണ്, അതിന് അസുഖം വരും, ചിലപ്പം അത് ചത്തുപോകാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് ഈ വീടിൻ്റെ ഉൾഭാഗം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പോർഷനായിട്ട് ഒരു റൂം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയൊരു അടുക്കള പോലെ ഒരു സെറ്റപ്പും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിലാണ് എത്ര പേര്? 4 പേരോ 6 പേര് താമസിക്കുന്ന വീടാണിത്. കണ്ടല്ലേ, 6 പേര് താമസിക്കുന്ന ചെറിയൊരു കൂരയാണ് ഈ കാണുന്നത്. ഒരു വീടിനൊക്കെ അപേക്ഷ വെച്ചിട്ടുണ്ട്. അത്ര ഒന്ന് എഴുതിയെടുത്തിട്ടെല്ലാം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കിട്ടുമോ ഇല്ലെന്നുള്ളതിൽ ഇപ്രാവശ്യം കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? പറയാൻ പറ്റില്ല, ചിലപ്പം കിട്ടൂല്ലേ. ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കിട്ടുന്നുണ്ട്, ഓരോരുത്തർക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ. ഒരു കോൺക്രീറ്റ് വീട് കിട്ടുകയാണെങ്കിൽ അടച്ചുറപ്പുള്ള. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ കേരളത്തിലുള്ള ട്രൈബൽസ് ഇവരെ പറ്റി ചില ആൾക്കാർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അവരെ പറ്റി പലതും പറയാറുണ്ട്. അതായത് കയ്യേറ്റക്കാരാണ് എന്നൊക്കെ പറയും. പക്ഷെ എന്തെന്നായാലും അവർ 10-15 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു മാനസിക പരിഗണന വെച്ചിട്ട് അവർക്കുള്ള ഒരു സംവിധാനങ്ങളൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ പോവാണ്, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചായപ്പൊടിൻ്റെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ 400 ഗ്രാമിൻ്റെ 900 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട്. കടുപ്പം എന്നാണ് ഇപ്പോൾ നമ്മളുടെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ആവശ്യക്കാർ ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.